അവിടെ താങ്കൾ ഈ പറഞ്ഞെടുത്ത് 1-2 തവണ ശാലിനി കൈ ഉയർത്തുന്നുണ്ടായിരുന്നു. ശാലിനി പറയൂ. സാർ, ഞാൻ ഒന്നാമത് അസ്കർ സാറിന് ഒരു മറുപടി കൊടുത്തോട്ടെ. സാർ, ഞങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടും ആട്ടിത്തെളിച്ച് വന്നവരല്ല സാർ. ഈ ഇരിക്കുന്ന എന്റെ വിദ്യാഭ്യാസ യോഗ്യതയെ സാറിന് അറിയാമോ? ഞാൻ ഡിഗ്രിക്കാരിയാ. പലരുണ്ട്, MA BEd എടുത്ത ആശമാരുണ്ട്, പണ്ട് 8ാം ക്ലാസ് യോഗ്യത വന്ന ചേച്ചിമാരുണ്ട്. അവരിന്ന് പെൻഷൻ, അവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ പെൻഷൻ ചോദിക്കുന്നത്. എനിക്കൊക്കെ ഇനിയും 10-22 വർഷത്തെ സർവീസ് ഉണ്ട് സാർ. അതവിടെ നിൽക്കണം. ഇങ്ങനെ ഞങ്ങൾ ആട്ടിത്തെളിച്ച് വന്നവരാണെന്ന്, തെറ്റിദ്ധരിക്കപ്പെട്ടവരാണെന്ന്, ഞങ്ങൾ വിദ്യാഭ്യാസം ഇല്ലാത്തവരാണെന്ന്, സംസ്കാരം ഇല്ലാത്തവരാണെന്ന് പറയരുത്. CAT-യുടെ നേതാക്കന്മാരെ സംസ്കാരം ഉള്ളതുകൊണ്ടാണ്. അല്ല, ഞാനൊന്ന് ഇടപെടുന്നത് അങ്ങനെ പറഞ്ഞിട്ടില്ല. തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ആരാണ് സാർ? തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ആരാണ്? വിദ്യാഭ്യാസവും ബുദ്ധിയും ഇല്ലാത്തവരെയാണ് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് വരുന്നത്. ഞങ്ങൾ അങ്ങനെയുള്ളവരാണോ? അല്ല സാർ, ഞങ്ങൾ നല്ല വിവേകമുള്ളവർ തന്നെയാണ്. ഞങ്ങളാണ് ഈ സമൂഹത്തിന് വഴികാട്ടി കൊടുക്കുന്നത്. ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് ഗർഭിണിയായി അതിന്റെ കുഞ്ഞ് പ്രസവിച്ച് കഴിഞ്ഞ് 15 വയസ്സ് ഇഞ്ചക്ഷൻ വരെയുള്ള കാര്യങ്ങൾ നോക്കി എല്ലാ അറിവും പകർന്നു കൊടുക്കുന്നത് ഞങ്ങളാണ്. ശരിക്കും പറഞ്ഞ ഒരു മിഡ്വൈഫ് നേഴ്സിന്റെ ജോലികളും ആശയ്ക്കുണ്ട്. സാറിനറിയാമോ, ഹാംലെറ്റ് ആശമാര് പ്രസവം എടുക്കുന്നവരാ. എന്താ, അവർ MBBS പഠിച്ചിട്ടാണോ? അല്ല, അവരുടെ തൊഴിലിന്റെ നൈപുണ്യം കൊണ്ടാണ് അവരത് ചെയ്യുന്നത്. അത് മനസ്സിലാക്കണം സാർ. ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് വന്ന ഒരാൾക്ക് പ്രസവം എടുക്കാൻ പറ്റുമോ? CPR കൊടുക്കാൻ പറ്റുമോ സാർ? ഒരു തൊണ്ടയില് ഒരു എന്തെങ്കിലും ഒരു കുഞ്ഞിന്റെ അല്ലെങ്കിൽ ഒരാളുടെ ആയിട്ട് എന്തെങ്കിലും കുടുങ്ങിപ്പോയാൽ അത് തിരിച്ചെടുക്കാൻ ഈ പറയുന്ന ആർക്കെങ്കിലും പറ്റുമോ? സാറിന് കഴിയുമോ പെട്ടെന്ന്? എന്നാൽ ഞങ്ങൾക്ക് കഴിയും സാർ. അപ്പൊ ഞങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ട് വന്നവരാ, വിദ്യാഭ്യാസം ഇല്ലാത്തവരല്ല. 9 മൊഡ്യൂൾ ട്രെയിനിങ് പാസ്സായ ആശമാരാണ് ഞങ്ങളുടെ കൂടെ ഉള്ളത്. ഇത് ഞങ്ങളെ പിരിച്ചുവിടുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് വോളണ്ടിയേഴ്സിനെ എടുത്തല്ലോ. അവരെ കൊണ്ട് പറ്റുമോ? ഞങ്ങളുടെ ഏരിയകളിലോട്ട് ചെന്നാലേ നാട്ടുകാർ ആട്ടി ഓടിക്കും. ഞങ്ങൾ പിന്മാറി നിന്ന് ആശമാര് പോലും സർവേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾ സെക്രട്ടറിയുടെ നടയിൽ പോകും, നിങ്ങൾക്ക് വേണ്ടിയല്ലേ അവർ സമരം ചെയ്ത് പറഞ്ഞ ആശമാരെ പൊതുജനം തിരുത്തി ഓടിക്കുന്നത്. അപ്പൊ അങ്ങനെ തെറ്റിദ്ധരിച്ചു എന്നൊരു വാക്ക് പറഞ്ഞതിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് വന്നു, ആരെങ്കിലും ഉപദേശം കേട്ട് വന്നു. അല്ല സാർ, അസംഘടിത മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏതൊരു തൊഴിലാളിക്കും നേതൃത്വം കൊടുക്കുവാൻ ഈ ഇന്ത്യൻ ജനാധിപത്യ സമൂഹത്തിൽ ട്രേഡ് യൂണിയന്റെ മാനദണ്ഡം അനുസരിച്ച് ഏതൊരു വ്യക്തിക്ക് നേതാവാം, ഏതൊരു വ്യക്തിക്ക് മുന്നോട്ട് നിൽക്കാം, അവരുടെ ആവശ്യങ്ങൾ ഗവൺമെന്റിനെ അറിയിക്കാൻ സാർ. അപ്പൊ ഒരു പണിയെടുക്കുന്ന ഏതൊരാൾക്കും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യാനും ആ ആനുകൂല്യം നേടിയെടുക്കുവാനും ഈ ഇന്ത്യൻ ജനാധിപത്യ സംസ്കാരത്തിൽ അവകാശമുണ്ട് സാർ. അത് മനസ്സിലാക്കണം. ഞങ്ങൾ ആട്ടിത്തെളിച്ച് വന്നവരല്ല, തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് വന്നവരുമല്ല. ഞങ്ങളുടെ മുദ്രാവാക്യം പോലും അതാണ്. ഞങ്ങൾ ഏതെങ്കിലും ഒരു കൊടിയുടെ കീഴിൽ വന്നിരുന്ന് അവർ പറയുന്നതും കേട്ട് എണീറ്റ് പോകുന്നവരല്ല സാർ. സാറിന് മനസ്സിലായില്ല ഇത്രയും ഒരു ആശ ആരാണെന്ന്? 38 ദിവസവും പൊരിവെയിലത്തും പെരുമഴയത്തും ഇരിക്കാമെങ്കിൽ നിപ്പയെയും കോവിഡിനെയും വകവെക്കാതെ ഈ ആരോഗ്യ രംഗത്ത് വേണ്ടി പ്രവർത്തിക്കാമെങ്കിൽ ഉറച്ച കരളുറപ്പോടെയാണ് സാർ ഇവിടെ ഇരിക്കുന്നത്. മരണം വരെയും, മരണമെങ്കിൽ മരണം. ഒരാളുടെ മരണം നടന്നാൽ പോലും ബാക്കി 26,000 ആശമാർക്ക് ആനുകൂല്യം ലഭിക്കുമെങ്കിൽ മരിക്കാൻ പോലും തയ്യാറായിട്ടാണ് സാർ ഇരിക്കുന്നത്. ഞങ്ങളെ വെല്ലുവിളിക്കുന്നത് എന്തിനായി ഭരണകൂടം? ഈ ഒരു ആശ എന്തിനാ വെല്ലുവിളിക്കുന്നത്? വെറും 232 രൂപയ്ക്ക് വേണ്ടി നിത്യച്ചെലവിന് വേണ്ടി അധ്വാനിക്കുന്ന ഒരു പാവപ്പെട്ട ആശയെ എന്തിനാ അവരും ഇങ്ങനെ വെല്ലുവിളിക്കുന്നത്? അവരുടെ ഈഗോയും കോംപ്ലക്സും ഒക്കെ മാറ്റി വെച്ചിട്ട് അവർ മാന്യമായ ചർച്ചയ്ക്ക് ഈ ഭരണകൂടം തയ്യാറാവണം സാർ. ഇവരെത്രത്തോളം ഞങ്ങളെ ഇവിടെ ഇരുത്തുന്നു പൊതുസമൂഹം വിലയിരുത്തുകയാണ്. സാറിനറിയാമോ, ഞങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു വരുന്നത് ഓട്ടോറിക്ഷ തൊഴിലാളികളും തയ്യൽ തൊഴിലാളികളും ഉന്നത വിദ്യാഭ്യാസമുള്ള ഈ സെക്രട്ടേറിയറ്റിൽ ഇരുന്ന് പെൻഷനായി പോയവർ വരും ഞങ്ങൾക്ക് വന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് 10,000 രൂപ ഞങ്ങൾക്ക് ആഹാരത്തിന് സംഭാവന ചെയ്തു പോയവരാണ് സാർ. മനസ്സിലാക്കണം. അന്നും ഞങ്ങൾക്ക് 500-1000 വെച്ച് ഈ വഴി പോകുന്നവർ കൊണ്ടു തന്നു സാർ. സാറിനറിയാമോ, ഈ 2 മാസം ജോലി എടുത്തിട്ട് സമരത്തിലിരുന്ന ആശമാർക്ക് കാശില്ല, അല്ലാത്തവർക്ക് കൊടുത്തു. ഞങ്ങൾ ഫെബ്രുവരി 9-ാം തീയതി വരെ ജോലി എടുത്തവരാണ്. ആ പൈസ ഞങ്ങൾക്ക് പല ആശമാർക്ക് വന്നിട്ടില്ല. ഇതെന്ത് ന്യായമാണ് സാർ? അപ്പൊ എല്ലാം ഞങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട്, സ്ത്രീപക്ഷ സർക്കാരാണെന്ന് പറഞ്ഞിട്ട് വനിതാ മതിൽ കെട്ടിയത് കൊണ്ടോ, രാത്രി നടത്തിയത് കൊണ്ടോ, വനിതാ ജംഗ്ഷൻ സംഘടിപ്പിച്ചത് കൊണ്ടോ സ്ത്രീ ശാക്തീകരണം ആകുന്നില്ല സാർ. പറഞ്ഞ വാക്ക് പാലിക്കണം സാർ. സ്ത്രീകളോട് അനുഭാവപൂർണമായ നടപടി സ്വീകരിക്കണം സാർ. ഞങ്ങൾ യുദ്ധത്തിന് വന്നവരൊന്നും അല്ല. ഞങ്ങൾ പിണറായി സർക്കാരുമായിട്ട് യുദ്ധത്തിന് വന്നവരല്ല. അവരെ ഗൺ പോയിന്റിൽ നിർത്താൻ വന്നവരും അല്ല. അങ്ങനെ നിർത്തിക്കൊണ്ട് അവകാശം നേടിയെടുക്കുന്ന ഭീകരവാദികളൊന്നും അല്ല സാർ. ഞങ്ങൾ പാവപ്പെട്ട വീട്ടമ്മമാര്. ഞാനൊക്കെ ആദ്യം ഈ സമരം നടക്കുമ്പോൾ പൊട്ടിക്കരഞ്ഞതാണ്. പല പത്രങ്ങളിലും പല ഹൗസുകളിലും അതിന്റെ ഫോട്ടോ വന്ന്. പിന്നീട് ഞാൻ ഇന്ന് ഉറച്ച ധൈര്യത്തോടു കൂടി ഇവിടെ ഇരിക്കുന്ന എന്തുകൊണ്ടെന്ന് അറിയാമോ സാർ? 38 ദിവസം ഞങ്ങൾക്ക് പകർന്നു കിട്ടിയ ആത്മധൈര്യം, ഈ പൊതുസമൂഹത്തിൽ നിന്നുള്ള ഞങ്ങൾക്ക് ലഭിച്ച പിന്തുണ സാറൊന്ന് മനസ്സിലാക്കണം. 232 രൂപ കൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല സാർ. അതൊന്ന് മനസ്സിലാക്കണം. അവരെ ഇഷ്ടക്കാർക്ക് ആർക്കോ ഭരണകൂടം വാരിക്കോരി കൊടുത്തുകൊള്ളട്ടെ. പക്ഷേ ഒരു സ്ത്രീക്ക്, ഒരു കുടുംബം പോറ്റാൻ അധ്വാനിച്ചിറങ്ങുന്ന ഒരു സ്ത്രീക്ക് അവൾക്ക് വേണ്ടുന്ന ആഹാരം, 3 നേരത്തെ ആഹാരം, അത് കൊടുക്കാനെങ്കിലും ഉള്ള തുക
വിലയിരുത്തിക്കൂടെ സാറേ? ഞങ്ങൾ കോടികളൊന്നും ചോദിച്ചില്ല, ലക്ഷങ്ങൾ ചോദിച്ചില്ല. ഞങ്ങൾ AC കാറും ഞങ്ങൾക്ക് ഫീൽഡിൽ പോയി AC വണ്ടികളും ഒന്നും ഞങ്ങൾ ചോദിച്ചില്ല സാർ. ഞങ്ങൾക്ക് ആഹാരം കഴിക്കാനുള്ള, ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ മെഡിസിൻ ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഉപാധി ഈ സർക്കാർ മുന്നോട്ട് വെച്ചില്ലെങ്കിൽ അത് അവർക്ക് തന്നെയാണ് സാർ നാണക്കേട്. ജനാധിപത്യവും സോഷ്യലിസവും പ്രസംഗിച്ചിട്ട് കാര്യമില്ല സാർ. അതാണ് ഈ 38 ദിവസത്തെ സമരം തുടരുമ്പോഴും എന്റെയും സംശയം, ഒരു ചർച്ചയാണല്ലോ ഇവരെ ചർച്ചയ്ക്കാണല്ലോ വിളിച്ചത്. ആ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് മുന്നോട്ട് വെക്കാൻ സർക്കാരിന് കഴിയേണ്ടതില്ലേ എന്നുള്ളതായിരുന്നു.